ഹായ് എവരിവൺ, നമ്മളങ്ങനെ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോഴുള്ളത് കോഴിക്കോട് അരീക്കോടാണ്. നിഹാലിനെ കാണാനായിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. JRF അറബിക് സബ്ജക്റ്റിൽ നേടിയ വിദ്യാർത്ഥിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് 2% ഉള്ള നിഹാലിനോട് പഠന അനുഭവങ്ങൾ, പരിമിതികളെ എങ്ങനെ അതിജീവിച്ചു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് കേൾക്കാം. നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയില്ല. കാരണം ഈ നെറ്റ് എക്സാം അതിൻ്റെ അബ്രിവിയേഷൻ്റെ ഒരു ഫുൾ ഫോം എന്താന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ നിങ്ങളെ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് എന്താണ് ആ ചാപ്റ്ററിൽ ഉള്ളതെന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ നിങ്ങളെ പ്ലേലിസ്റ്റുകൾ കയറിയിട്ട് അങ്ങനെ മുഴുവൻ ക്ലാസ്സുകളും കേൾക്കൽ തുടങ്ങി. പിന്നെ ഞാൻ ആ ക്ലാസ്സുകൾ മാത്രമേ കേട്ടു. എനിക്ക് വിഷ്വലിനേക്കാൾ എനിക്ക് ഓഡിറ്ററിയാണ് ഒന്നും കൂടി ഇഷ്ടം. ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു എക്സ്റ്റെൻറ്റ് വരെ ഒരു നല്ല ആളുകളായിട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന മരണം മാത്രം. കാരണം ജീവിതം വരെ ഒരാളുടെ ജനനം ചിലപ്പോൾ നമുക്ക് കളവാക്കാൻ പറ്റും, ജനിച്ചെന്ന് പറഞ്ഞു. പക്ഷെ മരണം ജനിച്ച എല്ലാവരും എന്താണ് ഏറ്റവും വലിയ സത്യം എന്താണ്? മരണമാണ്. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം +1 അഡ്മിഷൻ കിട്ടാൻ ഏകജാലകം എന്നുള്ള രീതിയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാനപ്പോൾ ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് എനിക്ക് +1 അഡ്മിഷൻ വരുമെന്ന് കരുതിയിട്ട്. കാരണം എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ എല്ലാവരുടെ അടുത്തും അങ്ങനെ എല്ലാവർക്കും അഡ്മിഷൻ്റെ ഇതൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റും 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് എന്തായിട്ട് അക്ഷയ ചെന്നിട്ട് ചോദിച്ചു എനിക്ക് കിട്ടിയിട്ടുണ്ടോ. അപ്പോൾ അവർ പറഞ്ഞു നീ അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നിഹാലാണ്. അറബിക്കിൽ JRF നേടിയ നിഹാലിൻ്റെ എക്സ്പീരിയൻസ്, കുറച്ചൊക്കെ ഒരു പരിമിതികളെയൊക്കെ അതിജീവിച്ച് കുറച്ചൊക്കെ വെല്ലുവിളികളെയൊക്കെ നേരിട്ട് തന്നെ മുന്നോട്ട് വന്ന ആളാണ്. എനിക്ക് ഉറപ്പുണ്ട് ഞാൻ പറയുന്നതിനേക്കാളൊക്കെ ഒരു 100 ഇരട്ടി നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നിഹാലിൻ്റെ ജീവിതത്തിനും വാക്കുകൾക്കും ആവുമെന്ന് നമുക്ക് നിഹാലിൻ്റെ വാക്കുകൾ കേൾക്കാം. എങ്ങനെയാണ് ആദ്യം നമ്മളെ കേൾക്കുന്നവർക്ക് വേണ്ടി നിഹാലിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാമോ? വീട്, ഫാമിലിയിൽ ആരൊക്കെയുണ്ട്, പഠിച്ചതെവിടെ, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ പേര് നിഹാൽ എന്നാണ്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോട് എന്നുള്ള ഒരു പ്രദേശത്തിനടുത്തുള്ള ഒരു കല്ലറട്ടിക്കൽ എന്നൊരു പ്രദേശത്താണ്. എൻ്റെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ ആളുകളും +2 എന്നതിന് പിന്നെ അപ്പുറത്തേക്ക് പഠിക്കാത്ത ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹയർ സ്റ്റഡീസിനെ കുറിച്ച് കൂടുതൽ ഗൈഡൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഡിഗ്രി പൂർത്തിയാക്കുന്നത് അറബിക്കിലാണ്. പിന്നെ ഇവിടെ അടുത്തുള്ള എടവണ്ണപ്പാറ ദാറുൽ ഉലൂം അറബിക് കോളേജ് വെച്ചുകൊണ്ടാണ്. പിന്നെ MA പൂർത്തിയാക്കുന്നത് MA അറബിക്കിൽ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ വെച്ചുകൊണ്ടാണ് UP. അങ്ങനെ ഞാൻ സയൻസ് +1 +2 സയൻസ് പഠിച്ച ഒരാളാണ്. പിന്നെ അറബിയിലേക്കുള്ള ഒരു ഡൈവേഷൻ ആയിരുന്നു. അതിന് മറ്റു പല കാരണങ്ങളുണ്ട്. എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് ഒന്നും തരാൻ അങ്ങനെ ആരുമില്ലായിരുന്നു. കോളേജിൽ നിന്നായാലും അങ്ങനെ ഒരു ഡിഗ്രി ലാസ്റ്റ് ഇയർ എത്തിയപ്പോൾ ഒരു നോർമൽ ഡിഗ്രി ആയിരുന്നു. ഞാൻ അറബി എടുക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് വലിയ എക്സ്പെക്റ്റേഷനോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് അതിൻ്റെ പിന്നിൽ പോകണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു കോയിൻസിഡൻ്റലി ഞാനൊരു കൂട്ടുകാരനെ കണ്ടുമുട്ടണം. എൻ്റെ പേര് ആഷിഖ് എന്നാണ്. അവനിപ്പോഴും വി ആർ സ്റ്റിൽ ഇൻ കോണ്ടാക്ട്. അങ്ങനെ അവനെ കണ്ടുമുട്ടി. എനിക്ക് കുറച്ച് എനിക്ക് നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയില്ല. കാരണം ഈ നെറ്റ് എക്സാം അതിൻ്റെ അബ്രിവിയേഷൻ്റെ ഒരു ഫുൾ ഫോം എന്താന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ അവനെ വെച്ച് കണ്ടുമുട്ടി. അവനിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇങ്ങനെ ഒരു നെറ്റ് എക്സാം ഉണ്ട്, ഇങ്ങനെ ഹയർ സ്റ്റഡീസിന് പോയാൽ ഇങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്, ഒരുപാട് നല്ല ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്കൽറ്റീസ് അവിടെ ഉണ്ട്, എനിക്ക് ഒരുപാട് അഡ്വാൻറ്റേജുകൾ അവിടെ നിന്ന് കിട്ടും, എനിക്ക് ഒരുപാട് എനിക്ക് ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ അവനെ കണ്ടുമുട്ടി. അങ്ങനെയാണ് ഡിഗ്രി കഴിഞ്ഞിട്ട് PG എന്നുള്ളൊരു ആശയത്തിലേക്ക് എത്തുന്നത്. അന്ന് എൻ്റെ കോളേജിൽ പഠിച്ചിരുന്ന ഒരു 3-4 ആളുകൾ ജാമിയ മില്ലിയ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പോലത്തെ യൂണിവേഴ്സിറ്റികളിലേക്ക് പഠിക്കാൻ വേണ്ടി ആരംഭിച്ച്. അങ്ങനെ അവർ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ എക്സാമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോകാൻ നിൽക്കുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോഴാണ് അവരെ കണ്ടുമുട്ടുന്നത്. ഞങ്ങൾ അറ്റ് വെർജിലായിരുന്നു. അങ്ങനെ അവരെ കണ്ടുമുട്ടിക്കൊണ്ട് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്കാർക്കും എക്സാം പാസ്സാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് എന്നെ ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡൻ്റായിട്ട് കാണുന്ന ആളായിരുന്നു. എൻ്റെ പെർഫോമൻസ് ഞാൻ ഒരിക്കലും ആക്സസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കരുതിയതിപ്പോൾ നമുക്കൊന്നും കിട്ടൂല, എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് കരുതിയിട്ടാണ് ഞാൻ CUET, അതുപോലെ തന്നെ അന്ന് CUETൻ്റെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എല്ലാ യൂണിവേഴ്സിറ്റികളും, ഇപ്പോൾ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ പോലത്തെ യൂണിവേഴ്സിറ്റികൾ ഈ CUETയിൽ അവരെ ചില എക്സാമുകൾ ഉൾപ്പെടുത്തിയില്ല. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് പോയി എഴുതേണ്ട ഒരു ആവശ്യം വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ആ യൂണിവേഴ്സിറ്റികളെ എക്സാം എഴുതി CUETയിൽ എഴുതി. ഭാഗ്യവശാൽ ഞാൻ എഴുതിയ എല്ലാ എക്സാമും ഞാൻ പാസ്സായി. അപ്പം ഔട്ട് ഓഫ് ദോസ് ഞാൻ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത്. കാരണം പിന്നെ കമ്പാരിറ്റീവിൽ ഏറ്റവും എക്സ്പെൻസ് കുറഞ്ഞതും പിന്നെ എന്നെ പോലത്തെ ഒരാൾക്ക്
എനിക്ക് ഈ അർബൻ ഏരിയകൾ വലിയ ഇഷ്ടമല്ല. എനിക്ക് കുറച്ച് ഭയങ്കര കാമായിട്ട് ക്വയറ്റായിട്ടുള്ളൊരു കൺട്രി സൈഡ് ഏരിയകളാണ് ഇഷ്ടം. അപ്പോൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസുകളൊക്കെ അങ്ങനെ എനിക്ക് ഐ തോട്ട് ഇറ്റ് വിൽ ഫിറ്റ്സ് ഇൻ മീ. അങ്ങനെയാണ് അത് ചൂസ് ചെയ്ത് അങ്ങനെ അവിടെ പഠനം ആരംഭിച്ചു. അവിടെ ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് വ്യക്തികളെ പരിചയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ 2 വർഷം പഠിച്ചു. അങ്ങനെ ആ ഫസ്റ്റത്തെ ഇയർ തന്നെ ഞാൻ പിന്നെ നെറ്റ് എക്സാമിൽ പ്രിപ്പറേഷൻ തുടങ്ങി. അങ്ങനെ അതെ, ഈ യൂട്യൂബ്, അതായത് ഞാൻ ഫസ്റ്റ് പഠിക്കുമ്പോൾ എന്താ പഠിക്കേണ്ടതെന്നുള്ളൊരു ഐഡിയ എനിക്കില്ല. പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് റീഡിങ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു കാര്യത്തിൽ കൺസിസ്റ്റൻ്റ് ചെയ്ത് വായിക്കുകയാണെങ്കിൽ അത് എത്ര പേജാണെങ്കിലും ഞാൻ വായിച്ച് തീർക്കും. അങ്ങനെ ഒരിക്കലും ആഷിഖ് എന്ന് പറഞ്ഞ സുഹൃത്തില്ലേ, അവനാണ് എനിക്ക് i+ന്റെ യൂട്യൂബ് ലിങ്ക് അയച്ചിരുന്നത്. ആ വാട്സപ്പ് സ്റ്റാറ്റിൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്, ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ അവനാണ് i+ന്റെ പിന്നെ ഒരു വേറെ എന്തോ 2 യൂട്യൂബ് സിംഗിൾ എനിക്ക് ഓർക്കുന്നില്ല. അങ്ങനെ ഞാൻ നിങ്ങളെ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് എന്താണ് ആ ചാപ്റ്ററിൽ ഉള്ളതെന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ നിങ്ങളെ പ്ലേലിസ്റ്റുകൾ കയറിയിട്ട് അങ്ങനെ മുഴുവൻ ക്ലാസ്സുകളും കേൾക്കൽ തുടങ്ങി. പിന്നെ ഞാൻ ആ ക്ലാസ്സുകൾ മാത്രമേ കേട്ടു. എനിക്ക് വിഷ്വലിനേക്കാൾ എനിക്ക് ഓഡിറ്ററിയാണ് ഒന്നും കൂടി ഇഷ്ടം. ഓഡിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പെടുന്നത്. ഇപ്പോൾ സ്പീച്ച് ഞാൻ വായിക്കുന്നതിനേക്കാളും എനിക്ക് നല്ലത് കേൾക്കായിരിക്കും. പിന്നെ നോവലായിക്കോട്ടെ എന്തായിക്കോട്ടെ, എനിക്ക് ഓഡിയോ ഫോമിൽ കേൾക്കുന്നത് എനിക്ക് പെട്ടെന്ന് ഒരു അഡാപ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് ഗ്രാസ് പവർ ചെയ്യാനുള്ളൊരു ഇതുണ്ടെന്ന് എനിക്കങ്ങനെ തോന്നുന്നു. അങ്ങനെ നിങ്ങളെ ക്ലാസ് കേട്ട് ഞാൻ നിങ്ങളെ ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസറുകൾ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഫസ്റ്റത്തെ നെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഭാഗ്യവശാൽ അന്നത്തെ ഫസ്റ്റ് എഴുതിയ നെറ്റ് തന്നെ ഞാൻ JRF ക്രാക്ക് ചെയ്ത്. പക്ഷേ എൻ്റെ കൂട്ടുകാരൻ, ഒരു നോർത്ത് ഇന്ത്യൻ സുഹൃത്തായിരുന്നു എൻ്റെ അപ്ലിക്കേഷൻ ചെയ്ത് ഫിൽ ചെയ്തിരുന്നത്. അവൻ ചെയ്ത് ഒരു മിസ്റ്റേക്കും ചെയ്ത് പിന്നെ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റാത്ത രൂപത്തിലായി. അങ്ങനെയാണ് അത് അവിടെ അവസാനിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അറ്റംപ്റ്റ് നടത്തിയത് എപ്പോഴായിരുന്നു? സെക്കൻഡ് ഇയറിൽ തന്നെ നടത്തിയ ഒരു ബ്രേക്ക് എടുത്തോ? അതെ, സെക്കൻഡ് ഇയറിലായിരുന്നു ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തിയിരുന്നത്. രണ്ടാമതൊരു അറ്റംപ്റ്റ് ഞാൻ നടത്താൻ വേണ്ടി അപ്ലിക്കേഷൻ കൊടുത്തു. ആ എക്സാം നിർഭാഗ്യവശാൽ ക്യാൻസൽ ചെയ്തുകൊണ്ട് രണ്ടാമത് പോലെ നടത്തി. പക്ഷെ രണ്ടാമത് നടത്തിയ എക്സാമിന് ഞാൻ ഗേറ്റിൻ്റെ മുന്നിലെത്തി, ബൈക്ക് അപ്പുറത്ത് പാർക്ക് ചെയ്ത് ഗേറ്റിന് മുന്നിലെത്തിയപ്പോഴത്തേക്ക് 1 മിനിറ്റ് വൈകി. അറ്റ്ലീസ്റ്റ് 1-2-3 മിനിറ്റ്സ് ഞാൻ വൈകിയതിൻ്റെ പേരിൽ അവരെന്ത് ചെയ്ത് എനിക്ക് എൻട്രൻസ് അവർ അലോ ചെയ്തില്ല. അങ്ങനെ ഞാൻ തിരിച്ചു വരികയാണ്. കുറെ നിർഭാഗ്യങ്ങൾ ഇതിന്റെ ഇടയിൽ ഒരുപാടുണ്ടായി. ആദ്യത്തെ കാറ്റഗറി മാറിപ്പോയി അല്ലേ? അതെ. പിന്നെ എനിക്ക് ഏറ്റവും ഇൻസ്പയർഡ് ആയിട്ടുള്ള പോയറ്റാണ് അറബിയിൽ. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, എന്നെ ഒരുപാട്, അതായത് ഞാൻ ആ വാക്ക് കേട്ടത് മുതൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആവർത്തിക്കും. ഇതാ ഗാമറത്ത് ഫി ഷറഫിൻ മറൂമിൻ ഫലാ തഖ്ന ബിമാ ദൂന നുജൂമി. എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഇതാ ഗാമറത്ത് ഫി ഷറഫിൻ മറൂമിൻ, ഈ വലിയ എന്തെങ്കിലും നേടാൻ ആഗ്രഹിച്ചാൽ ഫലാ തഖ്ന ബിമാ ദൂന നുജൂമി, നക്ഷത്രങ്ങളെ താഴെയുള്ളതൊന്നും നീ ആഗ്രഹിക്കരുത്. അറ്റ്ലീസ്റ്റ് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ഗ്ലോറി, സെറ്റ് യുവർ ഗോൾ ഫോർ അറ്റ്ലീസ്റ്റ് stars, nothing below that. You should not look for anything below that. അദ്ദേഹം പറയുന്നത്, മരണം എല്ലാവരും മരിക്കും. അത് നല്ല രൂപത്തിലും മരിക്കാം, പോരാളിയായിട്ടൊരു യുദ്ധത്തിൽ മരിക്കാം, ഇപ്പം ഒരു മരത്തിൽ നിന്ന് മരിക്കാം. പക്ഷെ ആ പോരാളിയായിട്ട് മരിക്കുന്നത് പോലെ ആയിരിക്കൂല മരണത്തിന്റെ രുചി 2 സ്ഥലത്ത് ഒരുപോലെയാണ്. അപ്പൊ നിങ്ങൾ മരിക്കുകയാണെങ്കിൽ പോരാളിയായിട്ട് മരിക്കണം എന്നുള്ള കേട്ടതാണ്. ഇത് കേട്ടത് ഞാൻ ഡിഗ്രി PG പഠിക്കും. അത് PG പഠിക്കുമ്പോഴാണ് ഈ പോയറ്റിനോടുള്ള ഒരു എന്താ പറയാ, ഒരു ഇമാക്കുലേറ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ആരാധനയൊക്കെ. അങ്ങനെ ഒരു 3-4 അദ്ദേഹത്തിന്റെ ഒരു പോയറ്റ് കോമ്പിലേഷനൊക്കെ ഞാൻ വായിച്ച് അങ്ങനെ അദ്ദേഹത്തോട് പ്രത്യേക താല്പര്യം വന്ന് അങ്ങനെയാണ് അവിടെ ആരംഭിക്കുന്നത്. അദ്ദേഹം പറയുമ്പം തന്നെ ആ ഒരു രോമാഞ്ചം നിങ്ങൾക്ക് എത്രത്തോളം എനർജി ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ സിമിലർ ആയിട്ടുള്ള പല കോട്ടുകളും കേൾക്കുമെങ്കിൽ പോലും ഞാൻ എപ്പോഴും മരണത്തെ പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഞാൻ പലപ്പോഴും ക്ലാസ്സുകൾ എടുക്കുമ്പോൾ മരണത്തെ പറ്റിയൊക്കെ ഓഫ്ലൈൻ ബാച്ചിലൊക്കെ പറയും, പിള്ളേരുടെ മുഖം ചിലപ്പോൾ അങ്ങ് പെട്ടെന്ന് നമ്മൾ ആനവും. ഞാൻ വിശ്വസിക്കുന്നത് ഒരാളെ വിനയമുള്ള ആളാക്കാനും ഒരു ദിവസം നന്നായി ജീവിക്കാനും രാവിലെ മരണം എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ടെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കുറച്ചൊരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു ഐഡിയ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലോടി വന്നൊരു കാര്യം, ഞാൻ എൻ്റെ കുട്ടികളുടെ അടുത്തും എൻ്റെ ഭാര്യയുടെ അടുത്തും മക്കളുടെ അടുത്തും ഒക്കെ ഞാൻ പറയുന്നത് അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. ഞാൻ ഇന്ന് മരിച്ചാലും ഞാൻ വളരെ ഹാപ്പിയാണ്, എനിക്ക് ആരോടും ഒരു പരാതിയില്ല, ഇന്ന് മരണപ്പെട്ടാലും ഒരു ദേഷ്യം ബാക്കി നിൽക്കുന്നില്ല, എനിക്ക് ഇന്നലെ ഒരു കാര്യം ഇതിൽ നന്നായി ചെയ്യായിരുന്നു എന്നൊരു ചിന്തയോ നാളെ ചെയ്യാൻ ബാക്കി വെച്ചൊരു കാര്യം ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ശരിക്ക് ആ ഒരു മരണത്തിൻ്റെ രുചിയെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്നത് ഇന്നത്തെ ദിവസം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ജീവിക്കാമെന്നാണെങ്കിൽ ഇന്ന് രാത്രിയിലെ മരണവും ഈ മൊമെന്റിലെ മരണവും നമ്മളെ ഭയപ്പെടുത്തില്ലല്ലോ. തീർച്ചയായിട്ടും വിശ്വാസികളെ അല്ലെങ്കിൽ എല്ലാ ആളുകളെയും ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു എക്സ്റ്റെൻഡ് വരെ
ഒരു നല്ല ആളുകളായിട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഈ മരണം മാത്രം. കാരണം ജീവിതം വരെ ഒരാളുടെ ജനനം ചിലപ്പോൾ നമുക്ക് കളവാക്കാൻ പറ്റും, ജനിച്ചെന്ന് പറഞ്ഞു. പക്ഷെ മരണം ജനിച്ച എല്ലാവരും എന്താണ് ഏറ്റവും വലിയ സത്യം എന്താണ്? അത് മരണമാണ്. അതായത് നമുക്ക് മരണത്തെക്കുറിച്ച് കളവാണെന്ന് പറയാൻ പറ്റില്ല. മരണം ഏറ്റവും വലിയ സത്യമാണ്. അത് നടക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇന്നലെ മേ ബി നോട്ട് ടുഡേ, അല്ലെങ്കിൽ ടുമോറോ ആയിരിക്കും, എന്നാ നമുക്കറിയില്ല. പക്ഷെ ജീവിതം ഓരോ ദിവസവും എന്താ പർപ്പസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ ഈ മരണത്തെ പറ്റിയുള്ള ഒരു ബോധ്യം ഹെൽപ്പ് ചെയ്യും അല്ലേ. നമ്മളൊരു ഓഫ് ദ ടോപ്പിക് ആയിട്ട് കുറെ ഫിലോസഫിക്കലായിട്ട് പോയി. എങ്കിലും ഈ പ്രിപ്പറേഷൻ ജേർണിയിൽ നമ്മുടെ നെറ്റ് JRF വരികയാണെങ്കിൽ എന്തായിരുന്നു നേരിട്ട ഡിഫിക്കൽട്ടീസ്? നേരിട്ട പ്രധാന ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ, എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്നത്. ഇൻ ടേംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ നിൽക്കുന്ന എൻ്റെ ഒരു പ്രായത്തിലുള്ള കുട്ടികളുടെ എണ്ണം കുറവാണ്. കൂടാതെ എനിക്കിങ്ങനെ ഗൈഡൻസ് തരാൻ, സത്യം പറയുകയാണെങ്കിൽ SLC പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം +1 അഡ്മിഷൻ കിട്ടാൻ ഏകജാലകം എന്നുള്ള രീതിയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാനപ്പോൾ ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് എനിക്ക് +1 അഡ്മിഷൻ വരുമെന്ന് കരുതിയിട്ട്. കാരണം എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ എല്ലാവരുടെ അടുത്തും അങ്ങനെ എല്ലാവർക്കും അഡ്മിഷൻ്റെ ഇതൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റും 10ാം ക്ലാസ്സിൻ്റെ വർക്ക് ലിസ്റ്റ് എന്തോ ആയിട്ട് അക്ഷയ ചെന്നിട്ട് ചോദിച്ചു എനിക്ക് കിട്ടിയിട്ടുണ്ടോ. അപ്പോൾ അവർ പറഞ്ഞത് നീ അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു പോയി, ഇനി എനിക്ക് അവസരം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ 10ഓട് കൂടി എൻ്റെ പഠനം അവിടെ അവസാനിച്ചു എന്ന് കരുതിക്കണം. അങ്ങനെയാണ് അബ്ദുൽ ലത്തീഫ് എന്നുള്ള വ്യക്തി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്, എൻ്റെ ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു. അപ്പം എന്താണ് നിഹാലെ ഈ ഒരു കാര്യത്തിൽ തീരെ ശ്രദ്ധ, എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തല്ല, ഓൽക്ക് അത്രേ ഓല് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൂ, ഓൽക്ക് എനിക്കൊരു ഗൈഡൻസ് പറഞ്ഞു തരാനുള്ള അതിനുള്ള ഒരു ഇതൊന്നും ഒരിടത്തില്ല. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തോട് കണ്ടുമുട്ടി. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പിന്നെ അറിവിലുള്ള ഒരു സ്കൂളുണ്ടായിരുന്നു, PTM ഹയർ സെക്കൻഡറി സ്കൂൾ, ലൊക്കേറ്റഡ് ഇൻ കാലിക്കറ്റ്. ഇൻഫാക്റ്റ് ഐ ആം ലിവിങ് ഇൻ മലപ്പുറം. അങ്ങനെ ആ സ്കൂളിനെ കുറിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പോൾ അവിടെ വേക്കൻസി ഉള്ളതാകെ സയൻസിലാന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ 10ാം ക്ലാസ്സിൽ എനിക്ക് മാർക്ക് കുറവാണ്, എന്നാൽ എനിക്ക് സയൻസ് കിട്ടുമാണ്. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു ലൈഡായിട്ട് വന്നു. അങ്ങനെ ഞാൻ അവിടെ പോവാണ്. അതായത് ഒരു മല കയറാണ്ട് ഇതേപോലത്തെ ഒരു ഇതിൽ, അല്ലെങ്കിൽ ഇതേക്കാളും കുത്തനെയുള്ളൊരു മലയുണ്ട്. ആ മല കയറി എന്നും അവിടെ പോവും. അങ്ങനെ അവസാന ദിവസം പഠനത്തിൽ, അതായത് ഞാൻ പഠനത്തിൽ വീക്കാൻ പ്രധാന ഒരു ഫിസിക്കലി ഉള്ള എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ആളൊരു ഷോർട്ടാണ്. അപ്പം ചെറുപ്പത്തിലെ കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ ഒരുപാട് നമ്മളെ കമ്മ്യൂണിറ്റി പ്രത്യേകിച്ച് സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ്, പരിഹാസമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ പറയും. അപ്പം എനിക്ക് പഠനത്തിക്ക് എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. ഞാൻ ഭയങ്കര ഇമോഷണലി ഇൻട്രോവേർട്ട് ആയിട്ടുള്ള മനുഷ്യനാണ്. ഒരു പക്ഷേ സൊസൈറ്റി എന്നെ ട്രീറ്റ് ചെയ്ത ഈ അല്ലെങ്കിൽ ഈ ശൈലി ആയിരിക്കും ഞാൻ ഇൻട്രോവേർട്ട് ആകാനുള്ള കാരണമായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ NSSന് സെലക്ഷൻ ഉണ്ടായിരുന്നു. NSSൻ്റെ സെലക്ഷൻ അവർ പറഞ്ഞത് കുട്ടികളെ മുമ്പ് പോയിട്ടൊരു കാര്യം പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും ഒരു അധ്യാപകന് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഞാൻ എല്ലാവരിലും നന്മ മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ക്ലാസ്സിൻ്റെ മുമ്പ് വെച്ചുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത്ര വലുപ്പേ ഉള്ളൂ അവൻ്റെ ഒരു കയ്യിലിരിപ്പാണെങ്കിലോ എന്ന് പറഞ്ഞു. ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. ഞാൻ അടുത്തുള്ള കൂട്ടുകാരോട് സംസാരിച്ച് ആസ് ദ അതേഴ്സ് ടു, എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട് ക്ലാസ്സിൽ. പക്ഷെ അദ്ദേഹം ആ ഒരു കാര്യം അങ്ങോട്ട് പ്രത്യേകിച്ച് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ അത് എനിക്ക് വല്ലാതെ അങ്ങോട്ട് തറച്ച്. അതിന് ശേഷം ഞാൻ ഒന്നും മുണ്ടാനും പറയാനും പോയല്ല. അങ്ങനെ ഒരു ഐസൊലേറ്റഡ് ആകാനുള്ളൊരു കാരണം അതായിരുന്നു. ഇപ്പോൾ വലുതായപ്പോൾ പിന്നെ നമ്മൾ കുറേയൊക്കെ ഒരു മെച്ചൂർഡാവും. എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, ഞാൻ കശ്മീരിലുള്ളതാണ്, എൻ്റെ തൊട്ടടുത്ത് താമസിച്ചിരുന്നൊരു കൂട്ടുകാരൻ. അദ്ദേഹം 10ാം ക്ലാസ് വരെ ഒരു ബേസും ഇല്ലാത്ത ഒരാൾ MA സെക്കൻഡ് ഇയറിന് പൊളിറ്റിക്കൽ സയൻസിൽ അദ്ദേഹം നെറ്റ് വാങ്ങിയ. പക്ഷേ അദ്ദേഹത്തിന് നെറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹം JRF വാങ്ങിയതായിട്ട് ആളെ പരിഗണിക്കുന്ന ആളാണ്. കാരണം അദ്ദേഹത്തോട് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഒരിക്കലും തുർക്കിയിലും സിറിയയിലും തുർക്കി ആൻഡ് സിറിയ വാസ് സ്ട്രക്ക് ബൈ മാസീവ് എർത്ത്. അപ്പോൾ അതിനോട് ഡു യു നോ വാട്ട് ഈസ് സീസ്മോളജി വെച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല, അതെന്താ സീസ്മോളജി വല്ല കഴിക്കുന്ന സാധനമാണോ? അപ്പോൾ അത് പറഞ്ഞു നോ, ദ സീസ്മോളജി ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ഡീൽസ് വിത്ത് എർത്ത് ക്വേക്ക് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ കാര്യങ്ങൾ ഇതേക്കുറിച്ച് സംസാരിച്ച്. അപ്പോൾ എന്ത് സാധനമാണെങ്കിലും ഞാൻ പിന്നെ ഭയങ്കര എൻത്യൂസിയാസ്റ്റിക് ആയിട്ടുള്ള മനുഷ്യനാണ്. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും പുതിയൊരു കാര്യം പറഞ്ഞു, അപ്പോൾ എനിക്ക് ആ കാര്യം അറിയാതെ പിന്നെ ഞാൻ നിൽക്കില്ല. പിന്നെ നിങ്ങളിപ്പോൾ അവിടെ വീട്ടിലെത്തുന്ന വരെ ഞങ്ങളെ വെക്കലിങ്ങനെ ആസ് ലോങ് ആസ് യു ആർ stand by my side, I will ask you what is this, can you explain, can you elaborate what that thing, can you make me understand what this thing is actually is എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്നോട് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഈ JRF കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ സ്റ്റാറ്റസിൽ വെച്ചപ്പോൾ അതിൽ പറഞ്ഞിരുന്നു, നിഹാൽ ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ളതാണ്, അത് അറിയാത്തൊരു കാര്യം അത് അറിയുന്നത് വരെ അദ്ദേഹം എന്ത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞിരുന്നു, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ലൈഫ് ഡസ് നോട്ട് ഓൾവേസ് ഗോ ദ വേ യു വാണ്ട്. സോ സംടൈംസ് യു ഹാവ് ടു അക്സെപ്റ്റ് യുവർ സെൽഫ് ഫോർ വോ യു ആർ. അറ്റ് ദ എൻഡ് അതാണ് നമ്മളെ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞത്. ലാസ്റ്റ് അതാണ്
നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ അവസാനമായിട്ട് മനസ്സിലാക്കി അതാണ് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അവിടെ സെൽഫ് എസ്റ്റീം പിന്നെ ആര് പറയുന്നത് നമ്മളെ ഏശുന്നത് ഇതാവില്ലല്ലേ? ഇല്ല. കാരണം നമുക്ക് എന്താക്കിയിട്ട് കാര്യമില്ല. കാരണം അവസാനം നമുക്ക് ഒരു ട്രാങ്കുലിറ്റി സെറനിറ്റി ജീവിതത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ ആരാന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ എന്നെയാണ് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. എന്നാലും അതിൻ്റെ അടുക്ക് വരുമ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ജീവിതത്തിൻ്റെ മറ്റൊരു പാട്ടുണ്ട്, അത് ഭയങ്കര ഇമോഷണലാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ചിലപ്പോൾ ഡൗൺ ആവും. അങ്ങനെ അക്കാഡമിക്കലി പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ കുട്ടികൾക്കിടയിൽ എക്സ്പോസ് എൻ്റെ ടു എക്സ്പോസ് മൈ സെൽഫ് ബിഫോർ ദ സ്റ്റുഡൻസ് ഐ ഹാഡ് ലിമിറ്റേഷൻസ്. ഇമോഷണൽ ഒരു ബാരിയർ ദാറ്റ് വാസ് എ ഗ്രേറ്റ് ഇമോഷണൽ ബാരിയർ വിച്ച് ഐ ഹാഡ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ കൂട്ടുകെട്ട് കുറവുള്ളതും ഏറ്റവും കൂടുതൽ സർക്കിൾ കുറവുള്ളതും ഏത് മേഖലയിലും അക്കാഡമിക്കലി ആയാലും എൻ്റെ ഏത് റിയൽ ലൈഫിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് കുറവുള്ള ഒരാൾ ഞാനാണ്. എടാ ഹായ് ഹലോ എന്നുള്ളതിനപ്പുറത്തേക്കുള്ള ഒരു സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ വിരലിൽ ഈ റൈറ്റ് ഹാൻഡിൽ ഈ ഫിംഗേഴ്സിൽ എണ്ണാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ അത് മതിയല്ലോ. ഓരോ സ്ഥലത്തും നമ്മുടെ PG സമയത്തുണ്ടായിരുന്ന I+ന്റെ ലിങ്ക് അയച്ചത് ആഷിഖിനെ പോലെ വഴിത്തിരിവാവുന്ന ഓരോ മനുഷ്യരും മതിയല്ലോ ജീവിതത്തിൽ. അവന് പോലും കരുതിയിട്ടില്ല അതായത് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവും, അല്ലെങ്കിൽ ഞങ്ങളെ കണ്ടുവിട്ടാവും. ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ ഈ വിവരം പറഞ്ഞു, ഇങ്ങനെ അവർ വരുന്നുണ്ട്, കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഓന് പോലും വരെ മറന്നിട്ടുണ്ട് ആ ലിങ്ക് അവൻ അയച്ചു തന്നതാണ് എന്നുള്ളത്. പിന്നെ ഞങ്ങളെ അറബിയിൽ മറ്റൊരു കോട്ടുണ്ട്, ഇതാ അഫ്ദലു മാ ഖല്ല, ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ കുറഞ്ഞതും നല്ല ഉപകാരമുള്ളതുമാണ്. കുറേ വാസ്റ്റ് ഉണ്ടാവണം എന്നാലും അതിനോടൊരു ഉപകാരമില്ല, അതിനോട് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പൊ എന്തിനാ അധികം കൂട്ടുകാര്, നല്ല കുറച്ച് ആൾക്കാർ മതിയല്ലോ. തീർച്ചയായിട്ടും ഈ നെറ്റിനൊക്കെ തയ്യാറെടുക്കുന്ന കുറെ പേര് നമ്മുടെ ഈ സംസാരം കേൾക്കുന്നുണ്ടാവും, അറബിക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ടാവും. അവര് ഫോക്കസ് ചെയ്യേണ്ട ഏരിയകൾ അല്ലെങ്കിൽ നെറ്റ് JRFലേക്ക് എത്താൻ വേണ്ടി ഇപ്പം 2 തവണ ഓൾമോസ്റ്റ് JRF നേടി. ഒരു തവണ ഒരു കാറ്റഗറി മാറിപ്പോയതുകൊണ്ടും 2ാം തവണ കാറ്റഗറി കറക്റ്റായി. ഇത്തവണ 97.5% ഉണ്ട് കേട്ടോ. ചെറിയ ആളൊന്നുമല്ല ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ മറ്റാരോടും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 2.5% ആളുകളിലുള്ള ആളാണ്. അപ്പോൾ ഇതിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഇനിയും എഴുതാൻ പോകുന്ന കുട്ടികളോട് പറയാനുള്ളത് എന്താ? ഞാൻ കൂടെ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ UGC നെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാം, അതായത് എൻ്റെ സ്ട്രീമിൽ 230 230-36 റേഞ്ചിലാണ് JRFൻ്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര കട്ട് ഓഫ് അതിൽ പോകുന്നത്. ഈ ഒരു സമയത്ത് ഒരുപാട് ലിംഗ്വിസ്റ്റിക്കലി കഴിവുള്ള ഒരുപാട് ആളുകൾ തന്നെ ക്രാക്ക് ചെയ്യാൻ എന്ത് ചെയ്ത് അവർക്ക് സാധിച്ചില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മളെ സ്കില്ലിനേക്കാളും നമുക്ക് വേണ്ടത് ഡിറ്റർമിനേഷൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അവസാനത്തെ ഒരു 1 മന്ത്, എക്സാമിൻ്റെ അവസാനം 1 മന്ത് എന്ന് പറഞ്ഞാൽ 10 മണിക്കൂറോളം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഓരോ മണിക്കൂറും, അതായത് എൻ്റെ ആ ഒരു എക്സാമിൻ്റെ ഒരു 1 മന്തിലുള്ള ഓരോ ദിവസവും ഓരോ മണിക്കൂറും എങ്ങനെ ചിലവാക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങളെൻ്റെ റൂമിൻ്റെ ഉള്ളിൽ പിന്നെ ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും. ഞങ്ങളൊരു പൊട്ടിയ ഒരു പിന്നെ ടേബിളുണ്ട്. ആ ടേബിൾ പൊട്ടിയതാണ്, പക്ഷെ അതിൻ്റെ മുകളിലത്തെ ഗ്ലാസ് ഇല്ലേ അത് മാത്രം അവിടെ ചാരി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫുള്ള് തന്നെ ഒട്ടിച്ച് ഞാൻ ആ സാധനം ഞാൻ പറിച്ചിട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അതേപോലെ ഞങ്ങളെ എല്ലാ പിന്നെ സൗകര്യത്തിൽ എന്ത് ചെയ്ത് ഞാൻ 2-3 A4 ഒക്കെ വാങ്ങി ചുമരുമേൽ ഒട്ടിച്ചിട്ട് 30 ദിവസം, ആ 30 ദിവസത്തിൽ എന്താ ചെയ്യുക, അതിൽ 30 ദിവസത്തിൽ ഓരോ ദിവസത്തിലും ഓരോ മണിക്കൂറിൽ എന്താ ചെയ്യുക എന്നുള്ളത് പ്ലാനാക്കി. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോകില്ല. ഞാൻ സത്യം പറയുകയാണെങ്കിൽ കുന്നിൻ്റെ മുകളില്ലേ ഡിപ്രഷൻ അടിച്ചിട്ട് പ്രഷർ അടിച്ചിട്ട് ഈ കുന്നിൻ്റെ മുകളിൽ നിന്നിട്ട് ഞാൻ കരഞ്ഞിരുന്നിട്ടുണ്ട്. ഇവിടെ ചുറ്റുള്ള ചെടികളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പറയും, ഇത് കിട്ടൂലേ, ഇപ്രാവശ്യം കിട്ടൂലേ. സത്യസന്ധമായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഒറ്റക്ക് നിന്നിട്ട് ഇങ്ങനെ കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ എഫേർട്ട് എടുക്കും. പിന്നെ ഏറ്റവും വലിയ സക്സസ് നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റിസൾട്ട് നോക്കുകയേ വേണ്ട. യു ഡു നോട്ട് കെയർ അബൌട്ട് ദ റിസൾട്ട്. ആസ് യു നോ ഡസൻറ്റ് മാറ്റർ ഹൗ സ്ലോ യു വാക്ക് അണ്ടിൽ യു ആർ നോട്ട് സ്റ്റോപ്പിംഗ്. ആസ് ഫാർ ആസ് യു ആർ നോട്ട് സ്റ്റോപ്പിംഗ് ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹൗ സ്ലോ യു വാക്ക്. അങ്ങനെ ഏറ്റവും പ്ലാന് വേണം. അതായത് ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര തീർക്കും എന്നുള്ളൊരു പ്ലാനില്ലാതെ ഒരിക്കലും ഒരാൾക്ക് JRF നേടാൻ പറ്റില്ല. അതായത് നോർമലായിട്ടുള്ള, അതായത് ആവറേജ്, എന്നെ പോലുള്ളൊരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ഉള്ളൊരു വ്യക്തിക്ക് നമുക്കെന്തും നേടാൻ പറ്റും. നമ്മൾ വീക്കാണെങ്കിലും, നമ്മൾ ഇൻ്റലക്ച്വലായിക്കോട്ടെ അക്കാഡമിക്കലായിക്കോട്ടെ വീക്കാണെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ നേടാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഞാൻ 2ാമത് നേടിയ ഒരാൾ അതുകൊണ്ട് എനിക്ക് കാര്യം പറയാൻ പറ്റും. ഒരു വട്ടം നേടിയതാണെങ്കിൽ അക്കെങ്കിലും വിളിക്കാം. ഞാൻ 2ാമതും പെർസിവറൻസ് നോക്കിയിട്ട് എടുത്ത് 2ാമത് JRF നേടിയപ്പോൾ ഒരുപാട് കമൻസ് എനിക്ക് വന്നു, ഇതിപ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് ഞങ്ങളെ അവസരം കൂടെ പോവാണല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ കുറ്റം പറഞ്ഞ ആളുകളുണ്ട്. അതേസമയം പിന്നെ നല്ലൊരു കാര്യമാണ്, കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഓരോരുത്തരെ പെർസ്പെക്റ്റീവാണ്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു വരിയുണ്ട്, അലാ ഖദ്രി അഹ്ലിൽ അസ്മി തഅതിൽ അസായിമു വതഅതി അലാ ഖദ്രിൽ കിറാമിൽ മകാരിമു.
നമ്മളെ ഉന്നതി കൈവരിക്കൽ നമ്മളെ ദൃഢനിശ്ചയം അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ എനിക്ക് വലിയ ദൃഢനിശ്ചയമാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ആൻസറുകൾ എന്തായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് അതിന് കിട്ടുന്ന വിക്ടറീസും വലുതായിരിക്കും. അതേപോലെ വലിയ സ്ഥാനങ്ങൾ നേടുന്ന ആൾക്കാർക്ക് അവർക്ക് വലിയ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ വലിയ ഡിറ്റർമിനേഷൻസ് ഉള്ളത് കൊണ്ടാണ്. കാരണം ഫി ഐനി സഗീരി സിഗാറുഹ, ചെറിയ ആളുകൾക്ക് ചെറുത് കണ്ടാലിനെ വലുതേക്കും. ഫി ഐനിൽ അലീമി ഇളാമുഹ, വലിയ ആളുകൾക്ക് വലുത് കണ്ടാലും അവർക്ക് ചെറുതേക്കാറും. അവർ വലിയ പ്ലേസിലെത്തിയാൽ അവർക്ക് തോന്നും ഇല്ല ഇതിന് മുകൾക്ക് ഇനിയുണ്ട്. I won't be satisfied with what I have now. I need more. I always look for more. I want to show, expose my trembling immaculate maturity before the society, and I want to make everyone, astonished. അങ്ങനെ ഇവർക്ക് വലിയ വലിയ ആഗ്രഹമുള്ള ആൾക്കാർ അങ്ങനെയും പോവാ. വലിയൊരു ഫിലോസഫിസ്റ്റ് കൂടിയാണല്ലേ? അതെ, ഞാൻ പറഞ്ഞ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, എനിക്ക് ഏറ്റവും ബിലോവഡ് ആയിട്ടുള്ള പോയറ്റ്, ഹീസ് എ the largest or the biggest philosopher in Arabic poetry. കിടിലം, അടിപൊളി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇടയ്ക്ക് എന്താ ഇങ്ങനെ ഇംഗ്ലീഷ് അറബിയൊക്കെ മാറി മാറി വരുന്നതെന്ന്? ആള് ലിംഗ്വിസ്റ്റിക്സിലൊരു പുലിയാണ്. ഇനി തമിഴോ ഹിന്ദിയോ ഒക്കെ പഠിപ്പിച്ചാലും കുറച്ച് ആഴ്ചകൾ കൊണ്ട് തന്നെ നിഹാൽ പഠിച്ചെടുക്കുന്ന എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു ഇംഗ്ലീഷിലൊരു കൺക്ലൂഷൻ കൂടി പറഞ്ഞിട്ട്, എന്നെ ഇൻ്റർവ്യൂവിനായിട്ടൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്ത സമയത്ത് ഞാൻ ഇങ്ങനെ മലയാളത്തിൽ ഇപ്പോൾ ആ ഒരു വോയിസ്, നിഹാലെ നമുക്ക് നാളെ ഞാൻ അങ്ങോട്ട് വരും. അപ്പം നിഹാൽ എനിക്ക് തിരിച്ചു മെസ്സേജ്, Alan sir, I would like to meet you and I would like to take this opportunity to meet you and interact with you and I love this wonderful opportunity. ഞാൻ അപ്പോൾ വിചാരിക്കും, എൻ്റെ അമ്മച്ചേ ഇവൻ എന്താ ഇത്ര ഇംഗ്ലീഷ്, നമ്മൾ ആദ്യം കണ്ടിട്ടില്ലല്ലോ നേരിട്ട്. ഞാൻ ആലോചിക്കും, IELTS പ്രിപ്പയർ ചെയ്ത ആളാണോ? ആദ്യം നിഹാലിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യം അതായിരുന്നു. സത്യമായിരുന്നു, IELTS പ്രിപ്പയർ ചെയ്യല്ല, IELTS ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ് നിഹാൽ. അതുപോലെ അറബിക്ക് വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നിങ്ങളിപ്പോൾ കണ്ടു. നല്ല മലയാളം സംസാരിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഭാഷകളിൽ ഒരു മികവുറ്റ ആളായിട്ട് ചിലപ്പോൾ ഭാവിയിൽ നമ്മൾ അറിയപ്പെടുന്ന നിഹാൽ മനസ്സ് വെച്ചാൽ എന്തും നടക്കും. 10, 20, 25 ഭാഷയൊക്കെ സംസാരിക്കുന്ന ഒരു പോളിഗ്ലോട്ടായിട്ട് മനുഷ്യനായിട്ട് ഒരു വലിയ പുള്ളിയായിട്ട് നമുക്ക് ചിലപ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡിലൊക്കെ കാണാൻ പറ്റുന്ന ആളാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഒരുപാട് പേര് എന്നെ ഇൻസ്പയർ ചെയ്യാൻ നിഹാലിനായിട്ടുണ്ട്. അപ്പോൾ ഇനി മുന്നിൽ വരുന്ന വിദ്യാർത്ഥികളെയും ഒക്കെ തീർച്ചയായിട്ടും ഇൻസ്പയർ ചെയ്യാനാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഒരു 2 വാക്ക് ഇംഗ്ലീഷിലൂടി നമുക്കൊരു കൺക്ലൂഷൻ പറഞ്ഞിട്ട് അവസാനിപ്പിച്ചാലോ? നമ്മളെ കേൾക്കുന്ന കുട്ടികളോട് ഫിലോസഫിക്കലായിട്ട് നിഹാലിന്റെ ജീവിതത്തെ പറ്റിയുള്ള ഒരു വ്യൂ പോയിന്റ്, അല്ലെങ്കിൽ അവര് എന്ത് പരീക്ഷയാവട്ടെ, നെറ്റോ JRF അല്ലല്ലോ ജീവിതം എന്ന് പറയുന്നത്, അത് ജീവിതത്തിന്റെ ഒരു പടിയാണ് അല്ലേ? നിഹാലും അതാവും കരുതുന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അവരോടുള്ള ഒരു വാക്ക് പറഞ്ഞ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. Actually, when we watch every videos, the tutorial videos or any sort of guidance, there is no secret tips which going to help you with what you want to achieve. The thing is, even your efforts, your endeavors, your hard work, it do not guarantee you the success. And I want to quote something from the Arabic. Ma kulli yatamal mar'u la yudrikuhu. Everything that we wish for won't be accomplished, even if we try very hard. At the end, we have to understand, we have to accept that all efforts you make will improve or will increase the possibilities of achieving it. That is the fact. Just do not expect your all things which you do will help you out with the favorable response. So when you do something, just do sincerely, like honestly, and with your heart, not with your mind. Sometimes you may confront the unpleasant results. So do not give up. That is the key point. And perseverance and consistency and plan. When you want to achieve something really big, you should have a proper plan. Without having a plan, and I stress upon the plan over again and again, just because that is what worked in myself. And all you after is should be like your perseverance and consistency. Since I'm the big fan of Cristiano Ronaldo, so sometimes I watch and really get inspired and motivated by his trembling immaculate speech. And he's a great desire of mine. It was a great desire of mine to keep consistent. Still here using a lot of social media, I distanced myself from all kind of distractions, which seemingly took a lot of time, which I supposed to invest in my education. Because so just step out from the social media and just see your goals and prepare yourself and work hard. Then maybe not today, maybe not tomorrow, but one day, as long as you do the way, and if that the case, definitely
you will reach your destination. താങ്ക് യു. അപ്പോൾ ഹൃദയപൂർവ്വം കാര്യങ്ങൾ പ്ലാനിങ്ങോടുകൂടി ചെയ്താൽ, അത് തുടർച്ചയായിട്ട് ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ വിജയിക്കും എന്നുള്ള ഉറപ്പോടെ നമുക്ക് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെയും ജീവിതത്തിൽ മുന്നോട്ടും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.